പുതിയ യു.ഡി.എഫ് സർക്കാരിന്റെ അമരക്കാരനായി വി.ഡി. സതീശൻ എന്ന് സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേൽക്കുമ്പോൾ രാഷ്ട്രീയ കേരളത്തിന്റെ കണ്ണ് മുഖ്യമന്ത്രിയുടെ ഓഫീസിലെ ആ താക്കോൽ പദവിയിലേക്കാണ്. മുഖ്യമന്ത്രിയുടെ രാഷ്ട്രീയ കണ്ണും കാതുമാകാൻ പോകുന്ന ആ പൊളിറ്റിക്കൽ സെക്രട്ടറി ആരാകും? തലസ്ഥാനത്തെ രാഷ്ട്രീയ ഇടനാഴികളിൽ നിന്നും ഒടുവിൽ പുറത്തുവരുന്ന ആ വാർത്ത കോൺഗ്രസിനകത്തെ വലിയൊരു വൈകാരിക സമവാക്യത്തിന്റെ പൂർത്തീകരണമാണ്. മുൻ അരുവിക്കര എം.എൽ.എയും യൂത്ത് കോൺഗ്രസ് മുൻ വൈസ് പ്രസിഡന്റുമായ കെ.എസ്. ശബരീനാഥൻ മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി ആയേക്കുമെന്നാണ് സൂചന. മംഗളം ആണ് ഈ നിർണായക വാർത്ത ആദ്യം പുറത്തുവിട്ടത്. സാധാരണഗതിയിൽ മുഖ്യമന്ത്രിയുടെ പ്രൈവറ്റ് പൊളിറ്റിക്കൽ സെക്രട്ടറി പദവികളിൽ കടുത്ത രാഷ്ട്രീയ പരിചയമുള്ളവരെയാണ് നിയമിക്കാറുള്ളത്. എന്നാൽ ഇവിടെ സതീശൻ തന്റെ രാഷ്ട്രീയ ഗുരുവായ ജി കാർത്തികേയനുള്ള ഗുരുദക്ഷിണ കൂടിയായിട്ടാണ് മകൻ ശബരീനാഥന് തന്റെ ഓഫീസിലെ ഏറ്റവും തന്ത്രപ്രധാനമായ കസേര മാറ്റിവെക്കുന്നത്. മുഖ്യമന്ത്രിയായി പ്രഖ്യാപിക്കപ്പെട്ടതിന് തൊട്ടു പിന്നാലെ ജി കാർത്തികേയന്റെ തിരുവനന്തപുരത്തെ വീട്ടിലെത്തി എന്നെ എല്ലാമാക്കിയത് സാറല്ലേ എന്ന് ചോദിച്ച് വിതുമ്പിയ വി.ഡി. സതീശന്റെ ചിത്രം അണികളുടെ മനസ്സിൽ ഇപ്പോഴുമുണ്ട്. ആ ഗുരുനാഥന്റെ മകനെ തന്നെ ഭരണം നിയന്ത്രിക്കുന്ന കോർ കമ്മിറ്റിയിലേക്ക് സതീശൻ ഒപ്പം കൂട്ടുകയാണെന്നതാണ് സൂചന. കഴിഞ്ഞ പിണറായി വിജയൻ സർക്കാരിന്റെ കാലത്ത് കനത്ത പോലീസ് വേട്ടയ്ക്കിരയായ നേതാവാണ് ശബരീനാഥൻ. വിമാനത്തിനുള്ളിൽ മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ കരിങ്കൊടി കാട്ടിയ സംഭവത്തിന് പിന്നിൽ ഗൂഢാലോചന ആരോപിച്ച് ശബരീനാഥനെ തിരുവനന്തപുരം ശംഖുമുഖം അസിസ്റ്റന്റ് കമ്മീഷണർ ഓഫീസിൽ ചോദ്യം ചെയ്യാൻ വിളിച്ചുവരുത്തി നാടകീയമായി അറസ്റ്റ് ചെയ്യുകയായിരുന്നു. വധശ്രമം ഉൾപ്പെടെയുള്ള കടുത്ത വകുപ്പുകളായിരുന്നു അന്ന് ചുമത്തിയത്. അന്ന് തന്നെ കുടുക്കിയ അതേ ആഭ്യന്തര വകുപ്പിന്റെയും പോലീസിന്റെയും നയപരമായ ഫയലുകൾ പരിശോധിക്കാനുള്ള ചുമതലയാണ് പൊളിറ്റിക്കൽ സെക്രട്ടറി പദവിയിലൂടെ ശബരീനാഥനിലേക്ക് എത്തുന്നത്. പോലീസിലെ ഉയർന്ന ഉദ്യോഗസ്ഥരുടെ നിയമനങ്ങളും ആഭ്യന്തര വകുപ്പിലെ തന്ത്രപ്രധാനമായ തീരുമാനങ്ങളും ഇനി പ്രാഥമികമായി സ്ക്രീൻ ചെയ്യുന്നത് ശബരീനാഥനാകും. കോൺഗ്രസ് രാഷ്ട്രീയത്തിലെ ഈ മധുരപ്രതികാരം അണികൾക്കിടയിൽ വലിയ ആവേശമാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. കേവലം ഒരു രാഷ്ട്രീയക്കാരൻ എന്നതിനപ്പുറം ഉന്നത വിദ്യാഭ്യാസ യോഗ്യതകളും കോർപ്പറേറ്റ് പശ്ചാത്തലവുമുള്ള നേതാവാണ് ശബരീനാഥൻ. തിരുവനന്തപുരം ലയോള സ്കൂളിലും സിഇടിയിലുമായി വിദ്യാഭ്യാസം പൂർത്തിയാക്കിയ അദ്ദേഹം ബിടെക് ബിരുദധാരിയാണ്. ബംഗളൂരുവിൽ ഐ.ടി. മേഖലയിൽ ജോലി ചെയ്ത ശേഷം ഗുഡ്ഗാവിലെ പ്രശസ്തമായ MDAയിൽ നിന്ന് MBAയും നിയമബിരുദവും കരസ്ഥമാക്കി. രാഷ്ട്രീയ പ്രവേശനത്തിന് മുൻപ് മുംബൈയിലെ ടാറ്റ ഗ്രൂപ്പിലും പിന്നീട് ടാറ്റ ട്രസ്റ്റിന്റെ ആരോഗ്യ പോഷകാഹാര പ്രോജക്ടുകളിലും ഉയർന്ന ഉദ്യോഗസ്ഥനായിരുന്നു. ഭാര്യ ഡോക്ടർ ദിവ്യ എസ് അയ്യർ IAS ആകട്ടെ മുൻ തിരുവനന്തപുരം കലക്ടറും നിലവിൽ വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖ കമ്പനിയുടെ സിഇഒയുമാണ്. ഭരണം നിയന്ത്രിക്കുന്ന മുഖ്യമന്ത്രിയുടെ ഓഫീസിന് ഒരു കോർപ്പറേറ്റ് ലുക്കും പ്രൊഫഷണൽ സമീപനവും കൊണ്ടുവരാൻ ശബരീനാഥന്റെ ഈ കോർപ്പറേറ്റ് പശ്ചാത്തലം സഹായിക്കുമെന്നാണ് സതീശൻ പക്ഷത്തിന്റെ കണക്കുകൂട്ടൽ. 2015 പിതാവ് ജി കാർത്തികേയന്റെ വിയോഗത്തെ തുടർന്നുണ്ടായ അരുവിക്കര ഉപതിരഞ്ഞെടുപ്പിലൂടെയാണ് ശബരീനാഥൻ രാഷ്ട്രീയത്തിൽ കന്നിപ്പോരിനിറങ്ങുന്നത്. അന്ന് CPMലെ കരുത്തനായ M. വിജയകുമാറിനെ അട്ടിമറിച്ച് നിയമസഭയിലെത്തി. എന്നാൽ 2021 ജി സ്റ്റീഫനോട് പരാജയപ്പെട്ടെങ്കിലും ശബരീനാഥൻ കളം വിട്ടില്ല. തിരുവനന്തപുരം കോർപ്പറേഷനിലെ കവടിയാർ വാർഡിൽ നിന്ന് കൗൺസിലറായി ജയിച്ച് പ്രാദേശിക വികസനത്തിൽ മാതൃകയായി. തുടർന്ന് 2026 നിയമസഭാ തിരഞ്ഞെടുപ്പിൽ UDF സ്ഥാനാർത്ഥിയായി നേമമണ്ഡലത്തിൽ നിന്നാണ് അദ്ദേഹം ജനവിധി തേടിയത്. തിരഞ്ഞെടുപ്പ് ഫലം വരാനിരിക്കെ തോൽവികളിൽ തളരാതെ ജനങ്ങൾക്കൊപ്പം നിന്ന ശബരീനാഥന് മുഖ്യമന്ത്രിയുടെ ഓഫീസിലെ ഈ താക്കോൽ സ്ഥാനം അർഹതയ്ക്കുള്ള അംഗീകാരം കൂടിയാണ്. കോർപ്പറേഷൻ കൗൺസിലർ പദവിയിൽ നിന്നും നേരെ ഭരണത്തിന്റെ കേന്ദ്രബിന്ദുവിലേക്ക് ശബരീനാഥൻ എത്തുമ്പോൾ തലസ്ഥാന രാഷ്ട്രീയത്തിലും അത് പുതിയ സമവാക്യങ്ങൾക്ക് വഴി തുറക്കും.